പൂക്കൾ കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലേ എന്താ പരിപാടി എന്ന്. അതെ, നമ്മുടെ പാറക്കുട്ടിയുടെയും അമ്മുക്കുട്ടിയുടെയും സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ ഇന്നലെ. അപ്പം മിനിഞ്ഞാന്ന് രാത്രി ഞാൻ നമ്മുടെ കടവന്ത്രയിൽ മുല്ലപ്പൂ വാങ്ങാനായിട്ട് വന്നതാണ്. അപ്പോൾ ഈ തമിഴിൽ കുറേ ആൾക്കാർ ഇങ്ങനെ പൂക്കൾ കൊണ്ടുവയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവരുടെ അടുത്ത് ഇങ്ങനെ നല്ല അടുക്കി കെട്ടിയ മുല്ലപ്പൂക്കൾ കിട്ടും. അങ്ങനെ 3 മുഴം മേടിച്ചു. 3 മുഴം മേടിച്ചപ്പോൾ എനിക്ക് ആകെ ഡൗട്ടായി കേട്ടോ, ഇത് തികയുമോ എന്ന്. അങ്ങനെ എന്തായാലും കടവന്ത്രയൊക്കെ നിങ്ങളെ കാണിച്ചേക്കാമെന്ന് പറഞ്ഞ് ക്യാമറ തിരിച്ചപ്പോൾ ആ ചേട്ടൻ വിളിച്ചിട്ട് വന്നു, ഈ പൂ ചേച്ചി ഫ്രീ ആയിട്ട് എടുത്തോളാം കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ മുല്ലപ്പൂന് ഇത്രയും വിലയുള്ളപ്പോൾ ആ ചേട്ടൻ ഫ്രീ ആയിട്ട് പൂ തന്ന് എന്തിനാന്ന് ഞാൻ ആലോചിച്ചു. അത് കഴിഞ്ഞ് ഞാൻ 1 മുഴം കൂടെ വാങ്ങി അവിടെ നിന്ന് പോകുന്നു കേട്ടോ. ഇത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം രാവിലെ ഇതേ പാറുക്കുട്ടി പാവാടയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ പാറുക്കുട്ടിക്കും അമ്മുക്കുട്ടിക്കും ഒരുങ്ങാനായിട്ട് മേടിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. വളയും മാലയും കമ്മലും പിന്നെ അരപ്പട്ടയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാനൊരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്തിടാനൊന്നും നേരം കിട്ടിയില്ല. അപ്പോൾ വളയൊക്കെ ഉണ്ട്. പാറുക്കുട്ടിക്ക് ഭയങ്കര ആവേശത്തോടുകൂടി പാറുക്കുട്ടി കാണിക്കുകയാണ്. അതാണ് കേട്ടോ അരപ്പട്ടയായിട്ട് കിട്ടുന്നത്. അത് ആക്ച്വലി ഒരു ലേസാണ് കേട്ടോ. നല്ല ഭംഗി തോന്നി. അപ്പോൾ പാറുക്കുട്ടിയുടെ ഡ്രസ്സ് ഒരു കോപ്പർ ഷെയ്ഡിൽ വരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ കോപ്പറിൻ്റെ നോക്കി വാങ്ങിയതാണ്. പിന്നെ ഈ മാലയൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ ഡ്രസ്സ് എടുക്കുന്നതിന് മുമ്പ് തന്നെ വാങ്ങിയ മാലകളാണ് ഗൈസ്. എന്തായാലും അത് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ സ്ലൈഡ് ഉണ്ട്. അമ്മുക്കുട്ടിക്കും ലേസ് ഉണ്ട്. ഇത് അമ്മുക്കുട്ടിയുടെ വളയാണ് കേട്ടോ. അത് കഴിഞ്ഞ വർഷത്തെ പാറുക്കുട്ടിയുടെ വളയാണ്. മാച്ച് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഒന്നും വാങ്ങാൻ പോയില്ല. പിന്നെ ഒരുങ്ങാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വീണ്ടും അടുപ്പിച്ച് വെച്ചു. രാവിലെ തപ്പിക്കഴിഞ്ഞാൽ കിട്ടൂല ഗൈസ്. എന്നിട്ടും കിട്ടിയില്ല, പൊട്ട് കിട്ടിയില്ല. പിന്നെ കിട്ടിയ പൊട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പോയത്. അപ്പോഴേക്കും പാറുക്കുട്ടി കരയാൻ തുടങ്ങിയിരുന്നു കേട്ടോ. എന്താണെന്നറിയാവോ, പാറുക്കുട്ടിക്ക് ഇങ്ങനെ ടൈറ്റായിട്ട് കിടക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ കൈ ടൈറ്റാണ്, എനിക്ക് ഈ ഡ്രസ്സ് വേണ്ട, ഞാൻ വേറെ വല്ലതൊക്കെ ഇട്ടുകൊണ്ട് ഓണം സെലിബ്രേഷന് പൊക്കോളാം, അല്ല ഞാൻ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ കേട്ടോ. അങ്ങനെ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു പാറുക്കുട്ടി. അമ്മുക്കുട്ടി ആ സമയം കൊണ്ട് ബ്ലൗസും പാവാടയൊക്കെ ഇട്ടു. ഷോളൊക്കെ ഇടാമെന്ന് പറഞ്ഞു. ഷോള് ഞാൻ പിന്നെ ഇടാമെന്ന് പറഞ്ഞു അമ്മുക്കുട്ടിയുടെ അടുത്ത്. അങ്ങനെ അമ്മുക്കുട്ടിക്കുള്ള വളയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. അമ്മുക്കുട്ടി പിന്നെ തനിയെ ചെയ്തോളും കേട്ടോ. അമ്മുക്കുട്ടിക്ക് തനിയെ ചെയ്യാൻ ഇഷ്ടമാണ്. നമ്മളെ ഹെൽപ്പൊന്നും വേണ്ട ആൾക്ക്. ഒരുങ്ങാനൊക്കെ ആണെങ്കിലും മുടി മാത്രം നമ്മളൊന്ന് കെട്ടിക്കൊടുത്താൽ മതി. പക്ഷേ ഇന്നലെ ഞാൻ ഒരുക്കി കേട്ടോ. കാര്യം വിശാലമായിട്ട് ഐലൈനറും ഒക്കെ എഴുതേണ്ടതുകൊണ്ട് ഞാൻ ഒരുക്കിയായിരുന്നു. അങ്ങനെ പാറുക്കുട്ടിക്കുള്ള വളയൊക്കെ സെറ്റ് ചെയ്തു. പാറുക്കുട്ടിക്ക് അങ്ങനെ സെറ്റ് ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഞാൻ പറഞ്ഞു അങ്ങനെ ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കണ്ടില്ലേ മുഖം ഇരിക്കുന്നത്. പാറുക്കുട്ടി ആകെപ്പാടെ ഭയങ്കര ശോകമായിരുന്നു കേട്ടോ. പാറുവിൻ്റെ മൂഡ് പോയി കഴിഞ്ഞാൽ പിന്നെ പാറുവിനെ പിടിച്ചാൽ കിട്ടൂല. അങ്ങനെ ഇത് അമ്മുക്കുട്ടിക്ക് വേണ്ടി വാങ്ങിയ മാലയാണ്. അത് അമ്മുക്കുട്ടി ഇങ്ങനെ എടുത്തു കേട്ടോ. ഇടാനായിട്ട് എടുത്തു കഴിഞ്ഞിട്ട് അമ്മു അത് ഇട്ടു. അപ്പോൾ അമ്മുവിൻ്റെ അതിൻ്റെ മാലയ്ക്ക് സെറ്റായിട്ട് വന്ന കമ്മൽ ജിംക്ക അല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ വേറൊരു ജിംക്ക വാങ്ങിയായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മുക്കുട്ടി ഭയങ്കര സന്തോഷത്തോടു കൂടി ആ ഒരു മാലയൊക്കെ എടുത്ത് ഞാൻ തനിയെ ഇട്ടോളാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടില്ല ഗൈസ്. തന്നെ ഞാൻ ഇട്ടോളാം, കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അമ്മുക്കുട്ടി തന്നെ ഇട്ടെൻ്റെ സന്തോഷമാണ് കേട്ടോ അത്. അമ്മുക്കുട്ടി അത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് പാറുക്കുട്ടി പറയുന്നത്, അത് മതി പാറുവിന്, മറ്റേ മാല അമ്മുക്കുട്ടി ഇട്ടോളാൻ. എന്ത് പറ്റിയെന്നറിയത്തില്ല. എന്തായാലും അമ്മുക്കുട്ടി സമ്മതിച്ചു. അങ്ങനെ അമ്മുക്കുട്ടി ഈ ഒരു ചോക്കറും ഇട്ടു, പാറുക്കുട്ടി മറ്റേ മാല ഇട്ടു. അമ്മുക്കുട്ടിക്ക് കണ്ണൊക്കെ എഴുതി കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫൗണ്ടേഷൻ ഇട്ടു, അതിൻ്റെ ഇടയ്ക്ക് മറ്റേ കോമ്പാക്ട് പൗഡർ ഇട്ടു, പിന്നെ കണ്ണെഴുതി, ഐലൈനർ എഴുതി കേട്ടോ. ഇത്ര ആയതേ ഉള്ളൂ. അങ്ങനെ അടുത്തത് ബ്ലഷൊക്കെ ഇടാനായിട്ട് ഇങ്ങനെ അമ്മുക്കുട്ടി റെഡിയായി നിൽക്കുകയാണ്. ഞാനിങ്ങനെ കയ്യിൽ ക്യാമറ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ട്രൈപോഡ് ഞാൻ കുറേ നാളായി യൂസ് ചെയ്തിട്ട് അതെവിടെയെന്ന് തപ്പിയിട്ട് പെട്ടെന്ന് കണ്ടുമില്ല കേട്ടോ. അങ്ങനെ ഒരു കൈ കൊണ്ട് വീഡിയോ ഒക്കെ എടുത്ത് മറ്റേ കൈ കൊണ്ട് ഞാൻ പെട്ടെന്ന് അമ്മുക്കുട്ടിയെ റെഡിയാക്കി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോഴത്തേക്കിനും പാറുക്കുട്ടി ഫേസിലൊക്കെ ഫൗണ്ടേഷനൊക്കെ ഇട്ട് റെഡി ആയിരുന്നു കേട്ടോ. പിന്നെ അമ്മുക്കുട്ടിക്ക് തലമുടിയൊക്കെ കെട്ടിക്കൊടുത്തു. ആ ഒരു കുഞ്ഞി പൊട്ട് കണ്ടില്ലേ, അതും തൊട്ട് കൊടുത്തു. അത് തൊട്ട് കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് തന്നെയാണ് നല്ലത്. മറ്റേതാണെങ്കിൽ കുറച്ച് സ്റ്റോണൊക്കെ ഉള്ളതായിരുന്നു, അതിനേക്കാളും ഭംഗി ഇതാന്ന് വിചാരിച്ചു. അങ്ങനെ ഭയങ്കര സിമ്പിളായിട്ട് തലമുടി ജസ്റ്റ് ഒന്ന് പിരിച്ച് കെട്ടിക്കൊടുത്തു. എന്നിട്ട് മുല്ലപ്പൂവും വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് പാറുക്കുട്ടി എടുത്ത് വന്നിരിക്കാൻ പറഞ്ഞു. പാറുക്കുട്ടി അപ്പോഴത്തേക്കിനും രാവിലത്തെ ആ ഒരു മൂഡ് ഓഫ് മാറിയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ വേഗം തന്നെ പാറുക്കുട്ടിയും റെഡിയാക്കി ഇറക്കി. ഷോളൊക്കെ ഇന്നലെയല്ല രാവിലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ഈസി ആയിരുന്നു. പിള്ളേരാണെങ്കിൽ സമയമായതുകൊണ്ട് കണ്ടില്ലേ ഒരൊറ്റ ഓട്ടമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഫോട്ടോ എടുക്കാനായിട്ട് വിളിച്ചപ്പോഴേക്കും അമ്മുക്കുട്ടി ഓടി വന്നു കേട്ടോ ഫോട്ടോ എടുക്കാൻ. അമ്മുക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമ്മുക്കുട്ടിയുടെ അടുത്ത് ഓരോ പോസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാലും ഒക്കെ ക്ഷമയോടുകൂടി നിൽക്കും കേട്ടോ. പാറുക്കുട്ടിക്ക് പക്ഷേ ക്ഷമ കുറച്ച് കുറവാണ്. നിൽക്കുന്ന നിപ്പി എടുത്തോണം, അതാ പാറുക്കുട്ടിക്ക് ഇഷ്ടം. അങ്ങനെ പാറുക്കുട്ടിയുടെ 2-3 ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മൾ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പപ്പ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. പാവടയൊക്കെ ഇട്ടിട്ട് ഇനി സ്കൂട്ടറിൽ പോകുമ്പോഴത്തേക്കിനും തട്ടിയൊന്നും വീഴണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്കൂള്, അധികം ദൂരമൊന്നുമില്ല കേട്ടോ. അങ്ങനെ പാറുക്കുട്ടി ആദ്യമേ കയറി ഇരിപ്പുണ്ട് അവിടെ. ഞാനും അമ്മുക്കുട്ടിയും കൂടെ ഇരിപ്പുണ്ട് കേട്ടോ.
അപ്പോൾ ഇതേ കാറിലേതോ ഒരു അടിച്ചുപൊളി പാട്ടാണ് കേട്ടോ. അത് അമ്മുക്കുട്ടി ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുന്നത്. അമ്മുക്കുട്ടിക്ക് പാട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്രേസാണ്. അമ്മുക്കുട്ടി ഇങ്ങനെ തുള്ളിക്കൊണ്ടേയിരിക്കും. അത് പബ്ലിക് ആണെന്നൊന്നും നോക്കത്തൊന്നുമില്ല. നിൽക്കുന്ന എവിടെയാണോ അവിടെ നിന്ന് അമ്മുക്കുട്ടി ഡാൻസ് കളിക്കും കേട്ടോ. അമ്മുക്കുട്ടിക്ക് ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ്. അങ്ങനെ നമ്മൾ ഏകദേശം സ്കൂളിൻ്റെ അടുത്തൊക്കെ എത്താറായി. അപ്പോഴത്തേക്ക് ഒരു 8:30 കഴിഞ്ഞ് ഗൈസ് 9 ആവാറായിരുന്നു കേട്ടോ. അതെ, സ്കൂളിൻ്റെ തൊട്ടടുത്ത് ചെന്ന് കഴിഞ്ഞാൽ വണ്ടിയൊന്നും തിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് മുമ്പ് ഇറങ്ങി എന്നിട്ട് ഇങ്ങനെ നടന്ന് പോവുകയാണ് ഗൈസ്. നല്ല രസമില്ലേ? അമ്മുക്കുട്ടിയുടെയും പാറക്കുട്ടിയുടെയും ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ? എല്ലാവരുടെയും സ്കൂളിൽ ഓണം സെലിബ്രേഷനൊക്കെ കഴിഞ്ഞോ? അതെ, അമ്മുക്കുട്ടിയുടെയൊക്കെ കഴിഞ്ഞു. ഇന്നും നാളെയും ഇനി ക്ലാസ് ഉണ്ട് കേട്ടോ. രണ്ടുപേരും സ്കൂളിൽ പോയിരിക്കുകയാണ്. വ്യാഴാഴ്ചയാണ് ഓണം അവധി തുടങ്ങുന്നത്. അങ്ങനെ ഈ പോകുന്ന പോക്കിൽ ഞാൻ കുറച്ച് വീഡിയോ എടുത്തുകൊണ്ട് അത്രയും വീഡിയോ എനിക്ക് കിട്ടിയ സമാധാനമുണ്ട് ഗൈസ്. അതിനു മുമ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആഗ്രഹമായിരുന്നു വീഡിയോ ഒക്കെ എടുക്കണമെന്ന്. രാവിലത്തെ തിരക്കിൽ ഒന്നും പറ്റിയില്ല ഗൈസ്. അതുകൊണ്ട് ഇതാണ് ആകെയുള്ളൊരു സമാധാനം. ഇങ്ങനെ ഇവർ നടക്കുമ്പോൾ നടക്കുന്നതിൻ്റെ പുറകിലോ മുന്നിലോ ഒക്കെ നിന്ന് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ അമ്മുക്കുട്ടിയുടെയും പാറക്കുട്ടിയുടെയും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. പാറക്കുട്ടി കണ്ടില്ലേ? പാറക്കുട്ടിയുടെ ചെരുപ്പ് ഇപ്പോൾ പൊട്ടിപ്പോവും, അതിൻ്റെ ഹീൽസ് ഇപ്പോൾ ഇളകിപ്പോവും, അതിൻ്റെ അകത്ത് ഗം ഒട്ടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ് കേട്ടോ, പോയി ഗം മേടിച്ചിട്ട് വരാനൊക്കെ. ആ സമയത്ത് ഗം മേടിക്കാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് പാറക്കുട്ടി എടുത്ത് പിന്നെ തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ പാറക്കുട്ടിക്ക് ഭയങ്കര ദേഷ്യമായി കേട്ടോ. പാറക്കുട്ടി അങ്ങനെ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട് പോവുകയാണ് ഗൈസ്. നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് പോകുമ്പോൾ എനിക്കും ഭയങ്കര സങ്കടമാണ്. എന്നിട്ട് വൈകുന്നേരം വന്നിട്ട് സോറിയൊക്കെ പറഞ്ഞു കേട്ടോ, രാവിലെ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടതിന്. അങ്ങനത്തെ പാറക്കുട്ടി അമ്മുക്കുട്ടിയും സ്കൂളിലെത്തി. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. പോയിട്ട് പാറക്കുട്ടിയുടെ അമ്മുക്കുട്ടിയുടെ പപ്പയൊക്കെ വിടണം. അപ്പോൾ ഞാൻ വീട്ടിൽ പോയി ഹസ്ബൻഡിനെ വിട്ടു, ചോറൊക്കെ കൊടുത്തു വിട്ടു. മെട്രോ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യണം. അങ്ങനെ ഹസ്ബൻഡിനെ വിട്ടിട്ട് ഞാൻ തിരിച്ച് വീണ്ടും വന്നു. വരുന്ന വഴിക്ക് അമ്മുക്കുട്ടിക്കും പാറക്കുട്ടിക്കും ഇടയ്ക്ക് കഴിക്കാനായിട്ട് സ്നാക്സ് വാങ്ങി കേട്ടോ. അല്ലെങ്കിൽ കുട്ടികൾ നല്ലോണം വിശന്നു പോവും. അതുകൊണ്ട് സ്നാക്സൊക്കെ വാങ്ങി ആദ്യം അമ്മുക്കുട്ടിയെ വിളിച്ചു ക്യാൻറ്റീനിൽ കൊണ്ടുവന്നിട്ട് അമ്മുക്കുട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തലേദിവസമായിട്ട് മെഹന്തി കാണിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഇട്ട് വന്നപ്പോൾ ഇല്ലേ, അമ്മുക്കുട്ടി ഉറങ്ങിപ്പോയായിരുന്നേ. നല്ല രസമായിട്ട് ഇട്ടിട്ട് വന്നപ്പോഴത്തേക്കിനും അമ്മുക്കുട്ടി ഇങ്ങനെ കൈ അനക്കിയപ്പോൾ അത് ഫുള്ളിങ്ങനെ മൊത്തം അലമ്പായിപ്പോയി ഗൈസ്. അപ്പം ഞാൻ കുറേ ഇങ്ങ് തുടച്ച് കളഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ ബാക്കിൽ കുറേ കുട്ടികൾ വന്നിട്ട് ഞങ്ങൾ ബിഗ് ഫാനാണ്, ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സാണ്, വീഡിയോസൊക്കെ പൊളിയാണെന്നൊക്കെ പറഞ്ഞ് ബാക്കിൽ വന്ന് ഇങ്ങനെ ഒച്ചത്തിൽ പറയുക കേട്ടോ. അത് കേട്ടോണ്ടാണ് അമ്മുക്കുട്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നത്. അപ്പോൾ മെഹന്തി ഇട്ടപ്പോൾ നല്ല രസമില്ല. ശരിക്കും ഫുള്ള് ഇട്ടിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. 2 കൈയിലും നിറച്ചിടണമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ അതൊന്നും നടന്നില്ല. സാരമില്ല, അതൊന്നും ഒരു കുഴപ്പമേ അല്ല ഗൈസ്. അങ്ങനെ അമ്മുക്കുട്ടി ഉഴുന്നുവടയൊക്കെ കഴിച്ചു, ജ്യൂസൊക്കെ കുടിച്ചിട്ട് അമ്മുക്കുട്ടി തിരിച്ച് ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഇനി ഞാൻ പോയി പാറക്കുട്ടിയെ വിളിക്കണം. പാറക്കുട്ടിയുടെ ക്ലാസ്സിലാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഇത് ഫ്രണ്ടിൽ പ്രോഗ്രാം എല്ലാം കാണാം. അങ്ങനെ പാറക്കുട്ടി വന്നു. പാറക്കുട്ടിയുടെ അടുത്തും വന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ പാറക്കുട്ടിയെ ഞാനും കൂടി വീണ്ടും ക്യാൻറ്റീനിലേക്ക് പോവുകയാണ്. ഇതൊക്കെയാണ് പാറക്കുട്ടിയുടെ വീഡിയോസ് കിട്ടിയിട്ടുള്ളത്. ആരൊക്കെയോ പറഞ്ഞായിരുന്നു പാറുവിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന്. പാറു ഇങ്ങനെ ദേഷ്യത്തിലായത് കാരണമില്ലേ, പാറുവിൻ്റെ സത്യത്തിലുള്ള വീഡിയോസൊന്നും ഇല്ലായിരുന്നു ഗീസ്. അതാണ് കേട്ടോ ഞാൻ പിന്നെ ഒപ്പിച്ച് ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ഇട്ടു. പാറക്കുട്ടിയും ക്യാൻറ്റീനിൽ വന്ന് ഫുഡ് കഴിക്കുകയാണ് ഗൈസ്. പിന്നെ നിങ്ങളുടെയൊക്കെ സ്കൂളിൽ ഓണം സെലിബ്രേഷൻ എങ്ങനെയാണ്? അടിപൊളിയാണോ? ഇവരുടെ സ്കൂളിൽ ഇത്തവണ അത്തപ്പൂവൊന്നും കണ്ടില്ല ഗൈസ്. എന്താണെന്ന് അറിയത്തില്ല. കഴിഞ്ഞ വർഷമൊക്കെ ഭയങ്കര വലിയ അത്തപ്പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ ലേറ്റായിട്ടാണ് തോന്നുന്നു ഇട്ടത്. ഞാൻ ഫോട്ടോ എടുക്കാനൊന്നും നോക്കിയിട്ട് കിട്ടിയില്ല ഗൈസ്. പിന്നെ പാറക്കുട്ടി എന്തായാലും ഒരു ഉഴുന്നോടെ കഴിച്ചു കേട്ടോ. സാധാരണ പാറക്കുട്ടിക്ക് ഉഴുന്നോടെയൊന്നും ഇഷ്ടമില്ലാത്തതാണ്, പക്ഷേ വിശപ്പുള്ളതുകൊണ്ട് പാറക്കുട്ടി കഴിച്ചാണ്. ഇപ്പോൾ പാറക്കുട്ടി സ്കൂട്ടാവും. ഞാൻ അവിടെ നിർത്തി ഒരു വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അങ്ങനെ ഞാൻ വിചാരിക്കുന്ന സമയം കൊണ്ട് പാറക്കുട്ടി ഓടി രക്ഷപ്പെട്ടു ഗൈസ്. അങ്ങനെ അമ്മുക്കുട്ടിയും അമ്മുക്കുട്ടിയുടെ ഫ്രണ്ട് ദയും കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുകയായിരുന്നു കേട്ടോ. നല്ല വെയിലായിരുന്നു. ഇത് കണ്ടില്ലേ, വെയിലത്ത് നിന്ന് പിള്ളേർ പാവം ഫോട്ടോ എടുത്തു. ഇത് ബോയ്സിൻ്റെ തിരുവാതിര കളിയാണ് ഗൈസ്. എന്നാ രസമായിരുന്നു എന്നറിയോ, ഭയങ്കര വൈബായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഡാൻസൊക്കെ കാണുമ്പോൾ ഞാൻ പരിസരം മറന്ന് നിന്ന് കാണും, ആസ്വദിക്കുകയും ചിലപ്പോൾ ഞാൻ അവിടെ നിന്ന് ഡാൻസ് കളിക്കുകയും ചെയ്യും ഗൈസ്. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനങ്ങനെയാണ്. അങ്ങനത്തെ ബോയ്സിൻ്റെ തിരുവാതിരയൊക്കെ പൊള്ളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും ഒക്കെ അടിപൊളി പാട്ടുകളൊക്കെ വെച്ചിട്ട് ഓണം റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഡാൻസുകൾ കളിക്കും കേട്ടോ. അത് ശരിക്കും ഒരു പ്രത്യേക രസമാണ് കാണാനായിട്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ട്രഡീഷണൽ അറ്റയറിൽ ഈ ഡ്രസ്സ് ചെയ്തിട്ട് കളിക്കുന്നത് കാണാനായിട്ട് ഭയങ്കര രസമല്ലേ.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ദേ അമ്മുക്കുട്ടിക്ക് ഇടയ്ക്ക് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു. ദേ നമ്മൾ വീട്ടിൽ നിന്ന് ബോട്ടിലൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു കേട്ടോ. കാരണം ഇത് കയ്യെ പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റാത്തത് കൊണ്ട് ഇന്ന് ഇവിടുന്ന് കുടിക്കാൻ വന്നു. അമ്മുക്കുട്ടി ഇങ്ങനെ മുത്തി കുടിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എല്ലാവരും അങ്ങനെ അമ്മയെ കുടിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മളിങ്ങനെ പൊക്കി കുടിക്കണമെന്ന് പറഞ്ഞു. അമ്മുക്കുട്ടിക്ക് അറിയാൻ പാടില്ലായിരുന്നു ഗൈസ്, പാവം. അങ്ങനെ ദേ അടുത്ത ഡാൻസ് ദേ അവിടെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ആകെപ്പാടൊരു വിഷമം തോന്നി, എന്താണെന്നറിയോ, ഭയങ്കര മോശം ക്ലൈമറ്റ് ആയിരുന്നു ഗൈസ്. ആ ഒരു പ്രോഗ്രാം നടന്ന ദിവസം നല്ല വെയിലായിരിക്കും. ഇപ്പോൾ പെട്ടെന്ന് തന്നെ പെരുമഴ പെയ്യും. മഴയെന്ന് പറഞ്ഞാൽ പെരുമഴ. പാവം കുട്ടികൾ ആ മഴയത്തൊക്കെ നിന്ന് ഡാൻസ് കളിക്കുകയായിരുന്നു കേട്ടോ, പാവം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഭയങ്കര വെയിലായിരിക്കും. അങ്ങനെ ഭയങ്കര പൊട്ട കാലാവസ്ഥയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ബോയ്സിൻ്റെ വടംവലിയായി. ഈ വടംവലി എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ. കാരണം കഴിഞ്ഞ വർഷത്തെ ഓണം സെലിബ്രേഷന് സ്കൂളിലല്ല കേട്ടോ, വേറെ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ ആ വീടിനടുത്തിട്ട് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു കേട്ടോ, റെസിഡൻസ് അസോസിയേഷൻ്റെ. അപ്പോൾ അതിന് പോയപ്പോഴത്തേക്കിനും ഞാൻ വടംവലിക്കുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ബോഡി പെയിൻ ആയിരുന്നു കേസ് അതിനുശേഷം. അതുകൊണ്ട് ഞാൻ വടംവലിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും. എനിക്കിഷ്ടമല്ല ഇപ്പം വടംവലിക്ക് പോകുന്നത്. അമ്മുക്കുട്ടി കണ്ടില്ലേ, നീലക്കുറുക്കനെ പോലെ ആയിപ്പോയി. അമ്മുക്കുട്ടിയുടെ ബ്ലൗസിൻ്റെ കളർ ഇളകിയതാണ് കേട്ടോ. പിന്നെ അതേ ബോയ്സിൽ അപ്പുറത്തെ സൈഡിൽ നിന്നവരൊക്കെ ജയിച്ചു. അടുത്തത് ഗേൾസിൻ്റെ വടംവലിയാണ് കേട്ടോ. എന്തായാലും ബോഡി പെയിൻ ഒക്കെ ആണെങ്കിലും ഈ വടംവലി എന്ന് പറയുന്നത് ഒരു രസമാണ് കേട്ടോ. അങ്ങനെ ഈ വടംവലിയും കൂടെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ പെട്ടെന്ന് പാറുക്കുട്ടിയും അമ്മുക്കുട്ടിയും കൂടെ വന്നു കേട്ടോ. അപ്പോൾ രണ്ടുപേരെയും കൂടെ ഉള്ള ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടേ ഇല്ലായിരുന്നു. രണ്ടുപേരെയും പിടിച്ചിരുത്തി ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുക്കാൻ വരുന്നേ ഇല്ലായിരുന്നു കേസ്. ഞാൻ പിന്നെ 2 ഐസ്ക്രീം ഓരോരുത്തർക്കും വാങ്ങിക്കൊടുക്കാമെന്ന് വമ്പൻ ഓഫറൊക്കെ കൊടുത്തപ്പോഴത്തേക്കിനും ഹാപ്പി ആയിട്ട് ഇത് രണ്ടുപേരും ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അമ്മുക്കുട്ടിയുടെ ഫ്രണ്ട് ദയാണ് കേട്ടോ. പിന്നെ ദേ അമ്മുക്കുട്ടിയുടെ ക്ലാസ്മേറ്റ്സ് ആണ്. എല്ലാവരും പിടിച്ചിരുത്തി ഫോട്ടോ എടുത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എല്ലാവരും ഇങ്ങനെ ഡ്രസ്സപ്പ് ചെയ്ത് വരുന്നത് കാണാനായിട്ട്. അങ്ങനെ ദേ ഇത് അമ്മുക്കുട്ടിയുടെ ക്ലാസ് ടീച്ചറാണ് കേട്ടോ, റിങ്കു മിസ്. അമ്മുക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അസ്സലായിട്ട് പഠിപ്പിക്കും ഹിന്ദി. സൂപ്പറായിട്ട് ഹിന്ദി റീഡ് ചെയ്യാനും എഴുതാനും ഒക്കെ അറിയാം കേട്ടോ കുട്ടികൾക്ക്. ഇത് അമ്മുക്കുട്ടിയുടെ മോസ്റ്റ് ഫേവറേറ്റ് അജിത് സാറിന് എന്തൊരു ഇഷ്ടമാണെന്നറിയോ അമ്മുക്കുട്ടിക്ക്. അമ്മുക്കുട്ടിയുടെ സന്തോഷം കണ്ടോ. ഇത് പാറുക്കുട്ടിയുടെ ഫ്രണ്ടാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഹാപ്പി ആയിട്ട് ഇപ്പോൾ പോകുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ, ഐസ്ക്രീം കഴിക്കാം 1 അല്ല 2, അതിൻ്റെ സന്തോഷത്തിലാണ് പാറുക്കുട്ടി അമ്മുക്കുട്ടി. അപ്പോൾ ഈ പോകുന്ന വഴിയും അമ്മുക്കുട്ടി എന്നെ വഴക്ക് പറയുകയാണ് കേട്ടോ. ഹിൽസിൽ പൂരിപ്പം ഞാൻ ചെരിപ്പൂരി കയ്യെ പിടിച്ചുകൊണ്ട് നടക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചൂടാവുന്നുണ്ട്. ഞാൻ പിന്നെ പോട്ടെ പാറു, സാരമില്ല, ഒരു ദിവസത്തേക്കല്ലേ ഉള്ളൂ, ക്ഷമിക്കുക, നമുക്ക് സെറ്റാക്കാമെന്നൊക്കെ പറഞ്ഞ് പാറുക്കുട്ടി സോപ്പിട്ട് കൊണ്ടുപോവുകയാണ് ഗേസത്തെ. കണ്ടില്ലേ, പാറുക്കുട്ടി നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒട്ടും കംഫർട്ടബിൾ അല്ലെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചെറിയൊരു ഇളക്കമേ ഉള്ളൂ അതിന്. പക്ഷേ പാറുക്കുട്ടി അത് നടക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു വെയിലത്ത് ഐസ്ക്രീം കഴിക്കാൻ പോവുകയാണ് കേസ്. ഈ സമയത്തൊക്കെ എന്ത് ചൂടായിരുന്നെന്നറിയോ, നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ പൊള്ളി പോകുന്ന പോലെ തോന്നും, അത്രയ്ക്കും ചൂടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ ഈ പോകുന്ന സമയത്തൊക്കെ നേരെ നമ്മൾ വറവുകടയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ആകുമ്പോൾ കുറേ ഐസ്ക്രീം ഉണ്ടാവും, 2 വേണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇഷ്ടമുള്ള നോക്കി എടുത്തോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വറവുകട ഫിക്സ് ചെയ്തു. അവിടെ പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, പാറുക്കുട്ടിയെ കാണാൻ നല്ല ഭംഗിയില്ല, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഇതേ പാറുക്കുട്ടിയുടെ വാച്ച് കണ്ടോ, പാറുക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് എൻ്റെ ചേച്ചി വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ. അത് കറക്റ്റ് ആ ഒരു കോപ്പർ ഷെയ്ഡിൽ വന്നതുകൊണ്ട് ആ ഒരു ധാവണിക്ക് നല്ല മാച്ചായിരുന്നു. പാറുക്കുട്ടിയുടെ ഫോട്ടോ ഒന്നും സിംഗിളായിട്ട് എനിക്ക് കുറേ എടുക്കാൻ പറ്റാത്തതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഗീസ്. സാരമില്ല പോട്ടെ. അങ്ങനെ നമ്മൾ വീണ്ടും വറവുകടയിലേക്ക് എത്തിയിട്ടുണ്ട്. വറവുകടയിൽ എത്തിയപ്പോഴത്തേക്കില്ലേ ഗീസ്, ഒരു വലിയ സംഭവം ഉണ്ടായി. ഐസ്ക്രീമിൻ്റെ ആ ഒരു ഫ്രിഡ്ജേ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പാറുക്കുട്ടിയുടെ അമ്മുക്കുട്ടിയുടെ ഫേസ് കണ്ടോ, അവർ ഐസ്ക്രീം കച്ചവടം നിർത്തി ഗീസ്. പക്ഷേ നമുക്കതൊന്നും ഒരു പുത്തരിയല്ലല്ലോ. നമ്മൾ അവിടെ ഐസ്ക്രീം ഇല്ലെങ്കിൽ അടുത്ത ഐസ്ക്രീം കടയിൽ പോയിരിക്കും. ഓപ്പോസിറ്റ് റിലയൻസ് ഉണ്ട്, അവിടെ പോകാമെന്നാണ് കേട്ടോ പാറുക്കുട്ടി പറഞ്ഞത്. നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്. അങ്ങനെ നമ്മൾ റിലയൻസിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയും കുറേ ഐസ്ക്രീംസൊക്കെ എന്തായാലും ഉണ്ടാവും. ഞാൻ ആദ്യം വിചാരിച്ച് ഫാമിലി പാക്ക് വാങ്ങിയിട്ട് വീട്ടിൽ പോയിരുന്ന് വിശാലമായിട്ട് കഴിക്കാമെന്ന്. പാറുക്കുട്ടിക്ക് അത് പോരാന്ന് പറഞ്ഞു. ഈ ഡോറങ്ങ് തുറന്ന് കയറിയപ്പോയില്ലേ, എന്തൊരാശ്വാസമായിരുന്നു എന്നറിയാമോ. നല്ല തണുപ്പ്, AC. നമ്മളാ പൊള്ളുന്ന വെയിലത്തുനിന്ന് നല്ല തണുപ്പിലേക്ക് കയറി വന്നപ്പം ആഹാ സൂപ്പറായിരുന്നു ഗൈസ്. അമ്മുക്കുട്ടിക്ക് വേണ്ട ഐസ്ക്രീമൊക്കെ പോയി തപ്പുകയാണ്. ഇവിടെ നോക്കിയിട്ട് അമ്മുക്കുട്ടിക്കൊന്നും കിട്ടിയില്ല. അങ്ങനെ നിന്നപ്പോഴാണ് അമ്മുക്കുട്ടി അപ്പുറത്ത് വേറൊരെണ്ണം കണ്ടത്. അങ്ങനെ അമ്മുക്കുട്ടിയുടെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ലാസയുടെ മാംഗോ ഐസ്ക്രീം എടുത്തു കേട്ടോ. ആ ഒരു സ്റ്റിക്ക് എടുത്തു. പാറുക്കുട്ടിക്ക് അത് വേണ്ടാന്ന് പറഞ്ഞു. പാറുക്കുട്ടി ഇങ്ങനെ വേറെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാറുക്കുട്ടിയുടേത് മറ്റേ ഫേവറേറ്റ് റാസ്ബെറിയുടെ സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ അമ്മുക്കുട്ടി പറഞ്ഞു നിനക്കുള്ള സ്റ്റിക്ക് ദേ ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പോൾ അമ്മുക്കുട്ടിക്ക് ഇതേ ഒരു കോണ്ടോപ്പ് കിട്ടി കേട്ടോ. അപ്പോൾ പിന്നെ അമ്മുക്കുട്ടി പറഞ്ഞു അമ്മുക്കുട്ടിക്ക് കോണ്ടോപ്പ് മതിയെന്ന്. പാറുക്കുട്ടിക്ക് 2 എടുത്തു. സാൻഡ്വിച്ചും പിന്നെ സാൻഡ്വിച്ച് ഐസ്ക്രീം ഇല്ലേ അതും
പിന്നെ റാസ്ബെറിയുടെ സ്റ്റിക്കും എടുത്തു കേട്ടോ. അപ്പോഴാണ് പാറുക്കുട്ടി അമ്മുക്കുട്ടിയുടെ അടുത്ത് പറഞ്ഞത്, എടാ അമ്മ 2 എടുത്തോളാൻ പറഞ്ഞത്. അങ്ങനെ അമ്മുക്കുട്ടി ഓടിപ്പോയി ഒരു റാസ്ബെറിയുടെ ഐസ്ക്രീം സ്റ്റിക്കും കൂടി എടുത്തു കേട്ടോ. അപ്പോൾ പാറുക്കുട്ടിക്ക് ഇത് എവിടെ വെച്ച് കഴിക്കാനും വീട്ടിൽ പോയി നൂഡിൽസ് എന്തായാലും വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഒരു നൂഡിൽസ് കൂടെ എടുത്തോളാൻ പറഞ്ഞു. അമ്മുക്കുട്ടി ഇതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തൊക്കെയോ ഐസ്ക്രീമൊക്കെ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ ലാസയുടെ മാംഗോ മാറ്റിയിട്ട് റാസ്ബെറിയുടെ ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. കാരണം മുമ്പേ എടുത്തത് ലാസയുടെ മാംഗോയുടെ കോണ്ടോപ്പായിരുന്നു കേട്ടോ. അങ്ങനെ ദേ ഈപ്പിയുടെ ഈ ഒരു നൂഡിൽസും പിന്നെ ദേ ഐസ്ക്രീംസും ഒക്കെ വാങ്ങി. ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. കാര്യം ഞാനും ക്ഷീണിച്ചായിരുന്നു, എനിക്കും എങ്ങനെയെങ്കിലും പെട്ടെന്ന് വീട്ടിൽ പോയാൽ മതിയായിരുന്നു. അതുകൊണ്ട് വേറൊന്നും നോക്കാനൊന്നും നിന്നില്ല, പെട്ടെന്ന് ബില്ല് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ബില്ല് ചെയ്യുന്ന താമസമേ ഉള്ളല്ലോ കുട്ടികൾക്ക് ഐസ്ക്രീം കഴിക്കാനായിട്ട്. ഇവരിങ്ങനെ കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. ഓരോ പ്രാവശ്യം ചോദിക്കും ബില്ല് ചെയ്തോ എന്ന്. പാറുക്കുട്ടിയുടെ ഷോള് ഇത് അവിടെ ഉടക്കി കേട്ടോ. എങ്ങനെയോ ഊരിയെടുത്തതിൻ്റെ സന്തോഷത്തിലാണ് പാറുക്കുട്ടി. അങ്ങനെ ഐസ്ക്രീമിൻ്റെ ബില്ല് ചെയ്യേണ്ട താമസം ഇപ്പം തന്നെ അമ്മുക്കുട്ടി പൊട്ടിക്കും. ഗസ്റ്റേ കണ്ടില്ലേ, ഇതാണ് അമ്മുക്കുട്ടിയുടെ ഒരു ആവേശം. അമ്മുക്കുട്ടിക്ക് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭ്രാന്താണ് കേട്ടോ. പാറുക്കുട്ടിക്ക് ഇഷ്ടമാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല അമ്മുക്കുട്ടിയുടെ അത്ര ഒരു ഭ്രാന്തുണ്ടെന്ന് തോന്നുന്നില്ല. അമ്മുക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം. അങ്ങനെ പാറുക്കുട്ടിയുടെ ഐസ്ക്രീം വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ ബില്ല് ചെയ്യാനായിട്ട്. അപ്പോഴേക്കും പാറുക്കുട്ടിയുടെ ഐസ്ക്രീം സ്റ്റിക്കും ബില്ല് ചെയ്ത് കിട്ടി. അമ്മുക്കുട്ടി കഴിച്ച് തുടങ്ങിയിരുന്നു കഴിച്ച്. എന്തായാലും ഈ ചൂടത്ത് ഐസ്ക്രീം കഴിക്കുമ്പോൾ നല്ലൊരു റിലാക്സേഷൻ ആയിരിക്കും. പിള്ളേരുടെ മൂടൊക്കെ മാറിക്കാണുമായിരിക്കും അല്ലേ. മറ്റേ ദേഷ്യപ്പെട്ടിരുന്ന പാറുക്കുട്ടി അതെല്ലാം മറന്നുപോയി കഴിച്ച്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു. കാരണം തലേദിവസം ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. പിന്നെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ അന്ന് രാവിലെ എണീറ്റ് മേക്കപ്പും ഒക്കെ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഉറക്കവും വന്നിട്ട് വയ്യായിരുന്നു. എങ്ങനെയെങ്കിലും വീട്ടിൽ പോയി കിടന്നൊന്ന് ഉറങ്ങണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ ലക്ഷ്യം. അങ്ങനത്തെ ഐസ്ക്രീമൊക്കെ അമ്മുക്കുട്ടി ആസ്വദിച്ച് കഴിക്കുകയാണ്. പാറുക്കുട്ടി സൈഡിൽ നിന്ന് തട്ടി വിടുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കഴിച്ചിട്ട് വാ. happy day like this ice cream. AC ന്റെ കുളിയല്ലേ ഇത് AC TV വാ വാ അമ്മ പോവാം. ഓക്കെ. അങ്ങനെ നമ്മൾ തിരിച്ച് ഫ്ലാറ്റിലെത്തിയിട്ടുണ്ട്. എത്തിയപ്പോഴത്തേക്കും കണ്ടില്ലേ പാറുക്കുട്ടിയുടെയും അമ്മുക്കുട്ടിയുടെയും ഡ്രസ്സിലൊക്കെ ഐസ്ക്രീം ആക്കി. കേസ് ഞാൻ അവിടെ നിന്നാവുന്നതും പറഞ്ഞാണ് കഴിച്ചിട്ട് പോയാൽ മതി അല്ലെങ്കിൽ ഡ്രസ്സിലെല്ലാം ആവുമെന്ന്. രണ്ടുപേരും കേട്ടില്ല കേട്ടോ. വീട്ടിൽ പോകണമെന്നും പറഞ്ഞ് വേഗം ഇറങ്ങിയതാണ്. എന്നിട്ട് രണ്ടുപേരെയും ഡ്രസ്സിലായി. ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ അതെല്ലാം വാഷ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പാറുക്കുട്ടിയുടെ ഏപ്പിയും കൊണ്ടും അമ്മുക്കുട്ടി ഐസ്ക്രീം ആസ്വദിച്ച് കഴിച്ചുകൊണ്ടും തിരിച്ചു നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇവരുടെ ഓണവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ. ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പുകളും ഓണം സെലിബ്രേഷനും ഒക്കെ കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും, നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാവർക്കും, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണേ. ടാറ്റാ.